എല്ലാവർക്കും നമസ്കാരം. ഭാഗവതത്തിൽ 3-ാം അധ്യായം മുതലാണ് ഏകദേശം കഥാ അവതരണം തുടങ്ങുന്നത്. ആദ്യമേ പറയുന്നത് വിരാട് പുരുഷാവതാരമാണ്. നമുക്ക് ആ ശ്ലോകം നോക്കാം. ജഗൃഹേ പൗരുഷം രൂപം ഭഗവാൻ മഹദാദിഭിഃ സംഭൂതം ഷോഡശകലമാദോ ലോകസേ സൃക്ഷയാ. ഇവിടെ പറയുന്നു, അന്വയത്തിൽ തന്നെ പറയുന്നുണ്ട്, ആദോ ഭഗവാൻ, ആദിയിൽ ഭഗവാൻ അല്ലെങ്കിൽ സർവേശ്വരൻ 16 അംശങ്ങളോടുകൂടി, ഷോഡശകലം എന്നാണ് പറയുന്നത്. ആ 16 അംശങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. പഞ്ചഭൂതങ്ങൾ അപ്പോൾ 5ആയി, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ അതും കൂടെ കൂടുമ്പോൾ 10ആയി, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ അങ്ങനെ 15ആയി, മനസ്സ്, ഇവ അടങ്ങുന്ന 16 ഷോഡശകലം 16 അംശങ്ങളോട് ചേർന്നാണ് വിരാട് പുരുഷൻ്റെ സ്വരൂപത്തെ സ്വീകരിച്ചത്. എപ്പോൾ 16 അംഗങ്ങൾ, പഞ്ചഭൂത ശരീരമാണ് നമ്മുടെ എല്ലാം. അതായത് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്ന് നമുക്ക് ചിന്തിക്കാം. ഭൂമി എന്നാൽ നമ്മുടെ ശരീരത്തിലെ അസ്ഥി, മാംസം, നഖം ഇത്യാദികളെല്ലാം ഭൂമിഭൂതത്തിൽപ്പെട്ടതാണ്. ജലഭൂതത്തിൽപ്പെട്ടതാണ് രക്തം, മൂത്രം, കണ്ണുനീര്, ഉമിനീര് ഇത്യാദികളെല്ലാം. നമ്മുടെ ശരീരത്തിലെ അഗ്നിഭൂതത്തിൽപ്പെട്ടതാണ് ദഹനശക്തി, ശരീരത്തിലെ ചൂട്, ജീർണക്രിയകളെല്ലാം അഗ്നിഭൂതം. വായുഭൂതത്തിൽപ്പെട്ടതാണ് ശ്വസനം, ചലനം, നാഡീപ്രവർത്തനങ്ങളെല്ലാം. അതുപോലെ തന്നെയാണ് ആകാശഭൂതം 5ാമത്തേത്. ശരീരത്തിലെ ശൂന്യസ്ഥലങ്ങൾ, ഗ്യാസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ അല്ലെങ്കിൽ സ്പേസുകളൊക്കെ, അതുപോലെ നാഡികൾ, ചെവി പോലുള്ള ശ്രവണ ശേഷി, അതായത് ഗ്യാപ്പുള്ള സ്ഥലങ്ങളെല്ലാം ആകാശഭൂതവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തതാണ് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ പറയുന്നു. മനുഷ്യൻ ലോകത്തെ അറിയുവാനും അനുഭവിക്കുവാനും ഉപയോഗിക്കുന്ന ഇന്ദ്രിയങ്ങളെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നു. ഞാൻ വിരാട് പുരുഷൻ്റെ അവതാര കഥയാണ് പറയുന്നതെങ്കിലും നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ മനസ്സിലാകുക കഥകൾ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ മനുഷ്യൻ ലോകത്തെ അറിയുന്നത് ഒന്ന് കണ്ണുകൊണ്ടാണ്, ചക്ഷു, രൂപം അറിയുവാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെയാണ് ചെവിയിലൂടെ അറിയുന്നത്, സ്തോത്രം, ശബ്ദത്തിലൂടെ നമ്മൾ ലോകത്തെ അറിയുന്നു. ലോകത്തെ മീൻസ് നമ്മൾ അറിയുന്നത്, അറിവ് ആർജിക്കുന്ന അതിലൂടെയാണ്. ഘ്രാണം, മൂക്കിലൂടെ ശ്വസിച്ച് അറിയുന്നു. അടുത്തത് ജിഹ്വ, നാക്ക്, രുചിച്ച് അറിയുന്നു. ത്വക്ക് അല്ലെങ്കിൽ തോല്, അത് സ്പർശിച്ച് അറിയുവാൻ വേണ്ടിയാണ്. അപ്പോൾ 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും പറഞ്ഞു, 5 ഇന്ദ്രിയങ്ങളെ പറഞ്ഞു. ഇനി അടുത്തതാണ് 5 കർമ്മേന്ദ്രിയങ്ങൾ. കർമ്മേന്ദ്രിയങ്ങൾ എന്നാൽ മനുഷ്യൻ പ്രവർത്തനങ്ങൾ നടത്താൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട അവയവങ്ങൾ ആണ് കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. വാക്ക്, സംസാരിക്കുവാനും, പാണി, കൈകൾ, എടുക്കൽ പ്രവർത്തനങ്ങൾക്കും, പാദം അതായത് കാല്, നടക്കൽ അല്ലെങ്കിൽ നടക്കുക, സഞ്ചാരം ഇത്യാദികൾക്കൊക്കെയും, പായു, മലമൂത്ര വിസർജനാവയവങ്ങൾ, നമ്മുടെ ഉള്ളിലെ വിസർജനങ്ങളൊക്കെ പോകുവാനുള്ള സ്ഥലം, ഉപസ്ഥം, ജനനേന്ദ്രിയം, പ്രജനനം, സുഖ അനുഭവിക്കുക ഇത്യാദികൾക്കൊക്കെ ആയിട്ട് 5 കർമ്മേന്ദ്രിയങ്ങളും പിന്നെ മനസ്സും ചേർന്ന് അങ്ങനെ 16 അംശങ്ങളാണ് വിരാട് പുരുഷന് ഉണ്ടായിരുന്നത്. അതോടുകൂടിയാണ് വിരാട് പുരുഷൻ്റെ ജനനം. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ശ്ലോകം ഒന്ന് നോക്കാം. ജഗൃഹേ പൗരുഷം രൂപം ഭഗവാൻ മഹദാദിഭിഃ സംഭൂതം ഷോഡശകലമാദോ ലോകസേ സൃക്ഷയാ. എല്ലാവർക്കും നമസ്തേ.